love Jesus. Praise the Lord. Hallelujah. സക്കറിയ 10:12 ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവർ എൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാരച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട വചനം സക്കറിയ പ്രവചനത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുലിഖിതമാണ്. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ബലമില്ലാത്തവൻ കർത്താവിൽ ബലം പ്രാപിക്കും, രോഗമുള്ളവൻ കർത്താവിൽ സൗഖ്യം പ്രാപിക്കും, തടസ്സമുള്ളവൻ കർത്താവിൽ വിടുതൽ പ്രാപിക്കും. എന്നിട്ട് അവർ കർത്താവിന്റെ നാമത്തിൽ കർത്താവിൽ അഭിമാനം കൊള്ളും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ കഴിഞ്ഞ നാളുകളിൽ ഈ സെഹിയോൻ ധ്യാനകേന്ദ്രവുമായി ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ വചനം കർത്താവിൽ ബലപ്പെട്ട് കർത്താവിൽ അഭിമാനിച്ച ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഹല്ലേലൂയ. എൻ്റെ പേര് മാത്യു, വീട്ടുപേര് പറമുണ്ട. കുഞ്ഞ് എന്ന് വെളിപ്പേര് കൂടിയുള്ള എനിക്ക് ഈ മാസം 80 വയസ്സ് തികയുകയാണ്. വർഷങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പീഡയുണ്ടായിരുന്നു, വിട്ടുമാറാത്ത തലവേദന. മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും തലയുടെ പിൻഭാഗത്ത് നിന്ന് ആരംഭിച്ച് നെറ്റിത്തടം വരെ വ്യാപിച്ച് ചെവി അടക്കമുള്ള ഭാഗങ്ങളിൽ കലശലായ വേദന അനുഭവപ്പെടും. പല ചികിത്സകളും ആദ്യകാലങ്ങളിൽ ചെയ്തു നോക്കി, ഫലമില്ല. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അംഗീകരിച്ച് ഞാൻ സഹിച്ചു പോന്നു. ഞാൻ മുടങ്ങാതെ സേവനക്കാട്ട വട്ടാരച്ചന്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന വ്യക്തിയാണ്. ശാലോൺ ടിവിയിലൂടെ ഇത് ഞാൻ എല്ലാ ദിവസവും കണ്ടിരുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാം ഒരു ദിവസം കാണാൻ നേരം ഞാൻ എൻ്റെ മൂത്ത മകനോട് തലവേദനയുടെ കാര്യം പറഞ്ഞു. മൂത്ത മകൻ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാ കർത്താവ് ഭവന സന്ദർശനം നടത്തുന്ന സമയമാണ്, സെഹിയോൻ ടീമും ഇവിടെയുണ്ട്, നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ. പ്രൈസ് ദ ലോർഡ്. ഒരു അനുഗ്രഹീത കുടുംബമാണ്. നോക്ക്, അഭിഷേകത്തിന് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കർത്താവ് ഭവന സന്ദർശനം നടത്തുന്ന സമയമാണെന്ന് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി. സെഹിയോൻ ടീം മൊത്തം ഉണ്ട്. ആ കുടുംബം ഒരു അനുഗ്രഹത്തിന്റെ വെളിപ്പെടുത്തി ലഭിച്ച കുടുംബമാണ്. പിന്നെ പോയി സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് അപ്പച്ചൻ അങ്ങ് ഏറ്റാ മതിയെന്ന് മൂത്ത മകൻ എന്നോട് പറഞ്ഞു. പ്രായം എന്നെ അനുവദിക്കില്ലല്ലോ സാക്ഷ്യം പറയാൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അപ്പച്ചൻ പ്രാർത്ഥിച്ചോളൂ, ഞാൻ സാക്ഷ്യം പറയുന്നവരെ ഏറ്റോളാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ തുടർന്ന് വന്ന വെള്ളിയാഴ്ച എൻ്റെ മകനും മറ്റ് 3 പേരും കൂടെ ധ്യാനത്തിന് വന്നിരുന്നു. ആരാധന സമയം ഒരു 3:20 ആയപ്പോൾ ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, വീട്ടിൽ കുഞ്ഞ് എന്ന് വിളിപ്പേരുള്ള പ്രായമുള്ള ഒരു അപ്പച്ചന്റെ വർഷങ്ങളായുള്ള തലവേദന കർത്താവ് എടുത്തു മാറ്റുന്നു. ആ നിമിഷം ചാച്ചൻ വീട്ടിൽ സുഖപ്പെട്ടു. കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 55 വർഷം കൊണ്ട് നടന്ന തലവേദനയാണ് പരിപൂർണമായും കർത്താവ് സുഖപ്പെടുത്തിയത്. അനേക ശാരീരിക പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു, അതിനും സൗഖ്യം ലഭിച്ചു. ഇപ്പൊ സൗഖ്യം കിട്ടിയിട്ട് 5 മാസം കഴിഞ്ഞ് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കർത്താവിന്റെ നാമം ഞങ്ങൾ ഇവിടെ മഹത്വപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കേട്ട തിരുവചന ഭാഗം. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവർ എൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാക്ഷ്യത്തിന് വലിയൊരു വെളിപ്പെടുത്തൽ കർത്താവ് നൽകുന്നുണ്ട്. ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വചന ശുശ്രൂഷ കർത്താവ് നേരിട്ട് ഭവന സന്ദർശനം നടത്തുന്ന സമയമാണത്.
ഹല്ലേലൂയ. കാനായിലെ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നതുപോലെ, സക്കേയൂസിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നതുപോലെ, ലാസറിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് ചെന്നതുപോലെ, ശിമയോന്റെ ഭവനത്തിലേക്ക് കർത്താവ് ചെന്നതുപോലെ, കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന സമയമാണ് ഈ ഓരോ വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചന ശുശ്രൂഷ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാരിച്ചന്റെ ആത്മീയ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. സെഗിയോനിലെ മുഴുവൻ വൈദികരുടെ കൂട്ടായ്മയുണ്ട്. സെഗിയോനിലെ മുഴുവൻ സിസ്റ്റേഴ്സിന്റെ കൂട്ടായ്മയുണ്ട്. സെഗിയോനിലെ മുഴുവൻ ശുശ്രൂഷയുടെ കൂട്ടായ്മയിലാണ് നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ തന്നെ ഇരുന്ന് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കാണുകയായിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കായിരിക്കാം, നിങ്ങൾ യാത്രയിലായിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ലക്ഷോപലക്ഷം ആൾക്കാർ ഈ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂട്ടായ്മയിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സാധിക്കുന്നവരെല്ലാം ഇപ്പോൾ കർത്താവിന് എളിമപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കുറച്ച് സമയം കർത്താവിനെ സ്വതന്ത്രമായി സ്തുതിച്ച് പേര് പറഞ്ഞ് വെളിപ്പെടുത്തുന്ന സ്നേഹിക്കുന്ന കർത്താവിന്റെ കരുതലുള്ള കരത്തിന് വേണ്ടി കാതോർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് വചന ശുശ്രൂഷ സമയത്ത് ഭവനങ്ങൾ സന്ദർശിക്കുമെന്ന് വെളിപ്പെടുത്തിന് ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അറിയുന്ന ദൈവമാണല്ലോ കർത്താവേ. കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങൾ കാണണമേ കർത്താവേ. സങ്കടത്തിരിക്കുന്ന കുടുംബങ്ങളെ കാണണമേ കർത്താവേ. പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്ന വ്യക്തികളെ കാണണമേ കർത്താവേ. ആത്മീയ മരവിപ്പ് ബാധിച്ചിരിക്കുന്ന വ്യക്തികളെ കാണണമേ കർത്താവേ. എളിയവരാണ് കർത്താവേ, എളിയവരാണ് കർത്താവേ, ബലമില്ലാത്തവരാണ് കർത്താവേ. കർത്താവെ സഹായിക്കണമേ കർത്താവേ. അവിടുത്തെ നാമത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഓ ദൈവമേ, അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളുവാൻ തക്കവിധം കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, സേവർക്കാൻ വട്ടാരിച്ചന്റെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പീഡകളും കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, മന്ദീഭവിച്ച ഹൃദയങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാട്ടൊടി പോലെ വചനം ഹൃദയത്തിലേക്ക് തുളച്ച് കയറുമാറ് പരിശുദ്ധാത്മ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ വിശുദ്ധ പത്രോസ്, പൗലോസ് ശ്രീകന്മാരെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബെനഡിക്ട്, വിശുദ്ധ ജോൺമാരി വിയാനി, വിശുദ്ധ പാദ്രേപ്പയോ വിശുദ്ധന്മാരെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. വചനത്തിന് കവാടം തുറക്കണമേ, വചനത്തിന് കവാടം തുറക്കണമേ, വചനത്തിന് കവാടം തുറക്കണമേ, വചനത്തിന് കവാടം തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തെ പ്രത്യേകം ഹൃദയത്തെ സ്വീകരിച്ച് അതെല്ലാം ഫലമായി രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്ക് ഒരുമിച്ച് എല്ലാം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പരിശ്രമിക്കുന്ന വിഷയം, ശത്രു നിന്നെ അനുധാവനം ചെയ്യാൻ അനുവദിക്കരുത്. ശത്രു അനുധാവനം ചെയ്യാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ് നമ്മുടെ ശത്രു. സാത്താൻ, തിന്മ, പിശാചാണ് നമ്മുടെ ശത്രു. ആ ശത്രുവായ പിശാച് നമ്മളെ അനുധാവനം ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. അതിനെക്കുറിച്ച് വിശുദ്ധ പത്രോസ് ശ്ലീഹ ചില വെളിപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. വിശുദ്ധ പത്രോസ് ശ്ലീഹ തന്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 7ഉം 8ഉം തിരുവചനങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശത്രുവായ പിശാച് ആരെയാണ് കൈയടക്കേണ്ടത്, ആരെയാണ് വിഴുങ്ങേണ്ടത്, ആരെയാണ് പിടികൊണ്ടത് എന്ന് നോക്കിക്കൊണ്ട് അത് ചുറ്റി നടക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട്
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വിഴുങ്ങാൻ പാകത്തിൽ, നമ്മളെ തകർക്കാൻ പാകത്തിൽ പിശാച് നമ്മളെ ചുറ്റി നടക്കാൻ അനുവദിക്കരുത്, അനുധാവനം ചെയ്യാൻ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിലുള്ള വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുലിഖിതം. ഹോസിയ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുലിഖിതം. ശത്രു അവരെ അനുധാവനം ചെയ്യും. ശത്രു അവരെ അനുധാവനം ചെയ്യും. എന്താ ഈ അനുധാവനം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? പതുങ്ങി നടക്കുക, പുറകെ നടക്കുക, താപ്പ് നോക്കി നടക്കുക, തരം കിട്ടുമ്പോ അങ്ങോട്ട് നശിപ്പിക്കുക. അതാണ് അനുധാവനം ചെയ്യുക എന്ന് പറയുന്നത്. പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയാണ് ശത്രു ഇങ്ങനെ അനുധാവനം ചെയ്യണത്? തൊട്ട മുമ്പിലത്തെ വചനം വായിച്ചാൽ അതിന്റെ വെളിപ്പെടുത്തൽ കിട്ടും. അതിന്റെ പൂർണ്ണമായ വചനം ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ശത്രു അനുധാവനം ചെയ്യാൻ കാരണം? തൊട്ട മുമ്പിലത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു, ശത്രു അവരെ അനുധാവനം ചെയ്തു. ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു, അതിനാൽ ശത്രു അവരെ അനുധാവനം ചെയ്തു. എന്നറിഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നൽകുന്ന സൂചന ഇതാണ്. അതായത് ഒരു വ്യക്തി നന്മയെ തിരസ്കരിക്കുമ്പോൾ തിന്മ അവനെ അനുധാവനം ചെയ്ത് തുടങ്ങുകയാണ്. അപ്പൊ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ഇങ്ങനെ ചുറ്റി നടക്കാണ്. ആരാണ് നന്മയെ തിരസ്കരിക്കണതെന്ന് നോക്കി. ആരാണോ നന്മയെ തിരസ്കരിക്കണത് അവന്റെ ചുറ്റും, അവന്റെ പുറകെ ഈ തിന്മ ഇങ്ങനെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നാളുകൾ കഴിയുമ്പോ ആ തിന്മ അവനെ നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണോ നന്മയെ തിരസ്കരിക്കുന്നത് എന്ന് നോക്കി തിന്മ ചുറ്റി നടക്കുകയാണ്. ആര് നന്മയെ തിരസ്കരിക്കുന്നോ അവരെ തിന്മ പിടികൂടും, അവരെ തിന്മ വിഴുങ്ങും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതാണ് ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു, ശത്രു അവരെ അനുധാവനം ചെയ്തു. ഈ ഭാഗത്തെ കുറിച്ചുള്ള കുറച്ചുകൂടെ ആഴത്തിലുള്ള വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത് സുഭാഷിത പുസ്തകത്തിലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 26-27 തിരുവചനങ്ങൾ വചന പ്രകാരം പഠിപ്പിക്കുന്നു: നിന്റെ കാൽ കുടുക്കിൽ പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. നിന്റെ കാൽ കുടുക്കിൽ പെടാതെ, ശത്രുവായ പിശാചിന്റെ വലയിൽ അകപ്പെടാതെ, നമ്മളെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയുടെ കരങ്ങളിൽ പെടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്: നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അപ്പൊ നന്മ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ഹോസിയായിൽ പറഞ്ഞതുപോലെ ശത്രു പിടിമുറക്കും. സുഭാഷിത പുസ്തകത്തിൽ വീണ്ടും വചനം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശം ഉണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാമെന്ന് പറയരുത്. നീ ശത്രുവിന്റെ പിടിയിൽ അവരെയും അനുധാവനം ചെയ്യുന്ന തിന്മ ആ ഒറ്റ സെക്കൻഡ് നിന്നെ പിടിമുറുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹോസിയ പറഞ്ഞത് എത്രയോ സത്യമാണ്. സുഭാഷിത പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്: നന്മയെ തിരസ്കരിക്കുന്നവനെ തിന്മ പിടിമുറുക്കും, തിന്മ അനുധാവനം ചെയ്യും. കർത്താവ് പറയാണ്: നിന്നെ തിന്മ പിടികൂടാതെ, അനുധാവനം ചെയ്യാതെ, നിന്റെ കാൽ കുലുക്കൽപ്പെടാതെ ഞാൻ കാത്തുകൊള്ളും. പക്ഷേ നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ നീ ചെയ്യാതിരിക്കരുത്, നീ നന്മയെ തിരസ്കരിക്കരുത്. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കും. അത് നമ്മൾ കാണുന്നത് ഹെബ്രായ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുലിഖിതത്തിലാണ്. ഹെബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്ന ഭൂമി,
ആർക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. പറഞ്ഞ പറയാ ഹല്ലേലൂയ. എന്താണ് ഈ പറയുന്നത് ഉൾപ്പൊരുള്? ഈ ഭൂമി എന്താണ് ചെയ്യുന്നത്? ഭൂമി ധാരാളം മഴ സ്വീകരിക്കുന്നു, ധാരാളം മഴ സ്വീകരിക്കുന്നു, ധാരാളം നന്മ സ്വീകരിക്കുന്നു, അനുഗ്രഹം സ്വീകരിക്കുന്നു. എന്നിട്ട് ആ ഭൂമി ആർക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ ആ വ്യക്തിക്ക് വേണ്ടി ധാരാളം സസ്യങ്ങൾ മുളപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്, ഒരുപാട് സൗഖ്യം നൽകുന്നുണ്ട്, ഒരുപാട് വിടുതൽ നൽകുന്നുണ്ട്, ഒരുപാട് തരത്തിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റാതെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കൃപകൾ, ഒരുപാട് ബ്ലെസ്സിംഗ് നിങ്ങൾക്ക് തരുമ്പോ ദൈവത്തിന് സ്വപ്നമുണ്ട്, ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. നീ ഇത് സ്വീകരിക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? നീ അനേകർക്ക് നന്മ പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടണം. ഭൂമി മഴ സ്വീകരിച്ച് സസ്യങ്ങളെ മുളപ്പിക്കുന്നത് പോലെ നീ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചിട്ട് അനേകർക്ക് നന്മ പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. നിനക്ക് നാളുകളായിട്ട് ജോലിയില്ലായിരുന്നു, നീ വന്നിട്ട് ധ്യാനം കൂടി, നീ ഒരു ശുശ്രൂഷയെ സംബന്ധിച്ചു, കർത്താവ് നിനക്ക് ജോലി നൽകി അനുഗ്രഹിച്ചു. ശമ്പളം മേടിച്ച് നമ്മളെല്ലാം സ്വന്തം വീട്ടിലേക്ക് അടുക്കി വെക്കരുത്. കുറെ നന്മ ചെയ്യണം. നീ നന്മ ചെയ്തോ? ഒരു മാരകമായ രോഗത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു, എന്നാൽ കർത്താവിന് സൗഖ്യം നൽകി. ആ രോഗം സുഖപ്പെട്ട് എത്രയോ നാളുകൾ, എത്രയോ സമയം, എത്രയോ പൈസ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതായിരുന്നു. കർത്താവ് സുഖപ്പെടുത്തുന്നു, ഒരു അനുഗ്രഹം തന്നു. നീ അതിന് ചേർന്ന് ഫലം പുറപ്പെടുവിച്ചോ? നന്മ ചെയ്തോ? നന്മ പുറപ്പെടുവിച്ചോ? പ്രിയപ്പെട്ട ദൈവ പൈതലേ, കർത്താവ് നിനക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നീ അനേകർക്ക് നന്മ പുറപ്പെടുവിക്കാൻ വേണ്ടി കൂടിയാണ് കർത്താവ് നിനക്ക് നൽകുന്നത്. ആ നന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ തിന്മ നമ്മളെ അനുധാവനം ചെയ്യുമെന്നാണ് വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല, അത്യവൃക്ഷത്തിൽ കായ്കളുമില്ല, ഇല പോലും വാടിക്കൊഴിഞ്ഞു. അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനായിരിക്കും. മുന്തിരി ഫലങ്ങളില്ല, ഒരു മരത്ത് കായ്കളുമില്ല, നന്മയില്ല, അതുകൊണ്ട് അതിന്റെ നേരെ വിനാശകനായിക്കപ്പെടും. നന്മയെ തിരസ്കരിക്കുന്നവന്റെ നേരെ തിന്മ വരും, ശത്രു അനുധാവനം ചെയ്യുമെന്ന് പറഞ്ഞ വചനമാണ് നിവർത്തിതമായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവർക്ക് പറയാ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ? ദൈവത്തെ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ? ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നന്മ, ഒരുപാട് കൃപ, ഒരുപാട് അഭിഷേകം തന്നിട്ട് ആ വ്യക്തിയിൽ നിന്ന് നന്മയുണ്ടാകുന്ന ദൈവം പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ? അവർക്ക് പറയാ ഹല്ലേലൂയ. ദൈവം നൽകുന്നതനുസരിച്ച് നീ നന്മ പുറപ്പെടുവിച്ചോ? ഇല്ലെങ്കിൽ ഓർമ്മയിലിരിക്കട്ടെ, തിന്മ നമ്മളെ അനുധാവനം ചെയ്യാൻ സാധ്യതയുണ്ട്. തിന്മ നമ്മളെ അനുധാവനം ചെയ്യുന്നുണ്ട്. അവൻ ആരാണോ നന്മ ചെയ്യാത്തത് എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മ നമ്മളെ അനുധാവനം ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ ജാഗരൂകതയോടെ ഇരിക്കുവിൻ, നന്മ ചെയ്യുന്നതിൽ നല്ല ജാഗരൂകത കാണിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.